നമ്മളൊരു ബ്യൂട്ടിഫുൾ സ്ഥലത്തോട്ട് പോവുകയാണ്. ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് രാജസ്ഥാനിലെ തന്നെ വൺ ഓഫ് ദ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനായ ആമർ ഫോർട്ടിലാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രശസ്തമായതും ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്നതുമായിട്ടുള്ള ഒരു കോട്ടകളിൽ ഒന്നാണ് ഈ ആമർ ഫോർട്ട്. ഇവിടെ ടൂറിസ്റ്റുകൾ ഇത്രയും അട്രാക്റ്റഡ് ആകാനുള്ള കാരണം മെയിനായിട്ട് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ കൺസ്ട്രക്ഷനൊക്കെ ഒന്ന് കാണാം. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ദിവാനെ ആം അല്ലെങ്കിൽ ഹാൾ ഓഫ് പബ്ലിക് ഓഡിയൻസിന്റെ എന്ന ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിലാണ്. രജപുത്ത് രാജാവായ രാജാ മാൻസിംഗ് ആണ് ഇത് നിർമ്മിച്ചത്. പേര് പോലെ തന്നെ ഇവിടെയാണ് രാജാവുമായിട്ടുള്ള ഒഫീഷ്യൽ മീറ്റിംഗ്സുകളും ഒഫീഷ്യൽ ഗ്യാതറിങ്സുകളും പിന്നെ അതേപോലെ തന്നെ ഫെസ്റ്റിവൽസ് ആയ ദശേര, ദീപാവലി ആഘോഷങ്ങളും പിന്നെ പറയാനാണെങ്കിൽ ബാറ്റിൽ വിക്ടറി, പിന്നെ രാജാവിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ, അതെല്ലാം നടക്കുന്നത് ഈ ഒരു ഹാളിലാണ്. മാൻസിംഗ് മുഗൾ ചക്രവർത്തിയായ അക്ബറിന്റെ ജനറൽ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു മുഗൾ ആർക്കിടെക്ചറിന്റെയും രജപുത്ത് ആർക്കിടെക്ചറിന്റെയും ഒരു മിക്സ് ഓഫ് കൺസ്ട്രക്ഷൻ കാണാൻ സാധിക്കും. ഇനി നമുക്ക് അകത്ത് പോയി ഇതിന്റെ കൺസ്ട്രക്ഷൻ നോക്കാം. ഇത് ദിവാനയാമിന്റെ ഇന്റീരിയർ ആണ്. റെഡ് സ്റ്റോൺസിന്റെയും വൈറ്റ് മാർബിൾസിന്റെയും ഒരു മിക്സ് ഡിസൈൻ നമുക്കിതിൽ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഫ്യൂഷൻ ഓഫ് മുഗൾ ആൻഡ് രജപുത്ത് കൾച്ചർ ആണ്. ഇവിടെ ടോട്ടൽ 40 തൂണുകളാണുള്ളത്. ഇത് നോക്കിയേ, ഇത് റെഡ് സ്റ്റോൺ ആണ്. ഇത് മുഗൾ ആർക്കിടെക്ചറിന്റെ ഒരു ഫീച്ചറാണ്. എന്നാൽ ഇവിടെ നമുക്ക് വൈറ്റ് മാർബിൾ കാണാം. ഇത് രജപുത്ത് ആർക്കിടെക്ചറിന്റെയും ഒരു ഫീച്ചറാണ്. നെക്സ്റ്റ് ഈ ഒരു ഡിസൈൻ ശ്രദ്ധിച്ചേ, ഇതൊക്കെ മുഗൾ ആർക്കിടെക്ചറിന്റെ ഫീച്ചേഴ്സ് ആണ്. ഇനി ആ ആനയുടെ ആ സ്ട്രക്ചേഴ്സ് ഉണ്ടോ, അതൊക്കെ രജപുത്ത് ആർക്കിടെക്ചറിന്റെയും ഫീച്ചറാണ്. ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ആമർ ഫോർട്ട് തന്നെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള മൗട്ട ലേക്കും കേസർ കാരി ഗാർഡനിലോട്ടും പോവാം. ഈ കാണുന്നതാണ് മൗട്ട ലേക്ക്. മഴ സമയത്താണ് ഈ മൗട്ട ലേക്ക് ഫില്ലാവുന്നത്. പാലസിലോട്ടുള്ള വെള്ളവും അടുത്തുള്ള വില്ലേജസിലോട്ടുള്ള വെള്ളവും എല്ലാം മൗട്ട ലേക്കിൽ നിന്നായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. ഈ മൗട്ട ലേക്കിന് വേറൊരു പ്രത്യേകതയാണ് ആ നടുക്ക് കാണപ്പെടുന്ന ആ ഗാർഡൻ. ഈ ഗാർഡൻ രാജാവ് കുങ്കുമം കൃഷി ചെയ്യാനാണ് നിർമ്മിച്ചത്. കുങ്കുമത്തിന് ഹിന്ദിയിൽ കേസർ എന്ന് പറയും. അതുകൊണ്ട് കേസർ കാരി എന്നാണ് ഈ ഗാർഡൻ അറിയപ്പെടുന്നത്. നമ്മൾ പബ്ലിക് ഗ്യാതറിംഗ് പ്ലേസ് ഓൾറെഡി കണ്ടു. ഈ കാണുന്ന എൻട്രൻസ് ആണ് ഗണേഷ് പോൾ. ഗണേഷ് പോളിലൂടെയാണ് നമ്മൾ രാജാവ് പ്രൈവറ്റ് ടൈം സ്പെൻഡ് ചെയ്തിരുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. നമ്മൾ ഗണേഷ് പോൾ കയറി വരുമ്പോഴത്തേക്കുള്ളൊരു സീനറിയാണിത്. ബ്യൂട്ടിഫുൾ ഗാർഡൻ ആണ് ഈ കാണുന്നത്. രാജാവിൻ്റെ പ്രൈവറ്റ് സ്പേസ് ആണ് ഈ ഏരിയാസ്. ഈ ഗാർഡന് നമ്മൾ ചാർബാഗ് എന്നും പറയും. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ്ങിലാണ് രാജാവ് റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്നത്. സുഖ് മന്ദിർ എന്നാണ് ഇതിൻ്റെ നെയിം. ഇനി റൈറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ് ശീഷ് മഹൽ അല്ലെങ്കിൽ ഹൗസ് ഓഫ് മിറേഴ്സ് എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. നമുക്ക് ശീഷ് മഹലിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്, അങ്ങോട്ട് പോവാം. ആമർ ഫോർട്ടിലെ ഏറ്റവും ജനപ്രിയവും മനോഹരവുമായ ഭാഗമാണ് ശീഷ് മഹൽ അല്ലെങ്കിൽ മിറർ പാലസ്. ബിൽഡിങ്ങിന്റെ പേര് പോലെ തന്നെ ഇതിന്റെ വാൾസും സീലിംഗ്സും എല്ലാം പ്യുവർ ഗ്ലാസും പ്രഷ്യസ് സ്റ്റോൺസും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. രാത്രിയിൽ ശീഷ് മഹലിൽ 2 മെഴുകുതിരികൾ കത്തിച്ചു വെച്ചാൽ അതിന്റെ റിഫ്ലക്ഷൻ കാരണം സീലിംഗിൽ മുഴുവൻ നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് പോലെ അനുഭവപ്പെടും എന്നാണ് പറയപ്പെടുന്നത്. ഇത് മഹലിന്റെ എൻട്രിയാണ്, പക്ഷെ അങ്ങോട്ടേക്ക് ടൂറിസ്റ്റിന് അനുവാദമില്ല. ഈ സുഖ് മന്ദിറും ചാർബാഗും ശീഷ് മഹലും ഇവ മൂന്നും ഉൾപ്പെടുന്നതാണ് ദിവാനെ ഖാസ്, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ഹാൾ ഓഫ് പ്രൈവറ്റ് ഓഡിയൻസ് എന്നും പറയും. ആ ഓപ്പണിങ്ങിലൂടെ 2 ടൂറിസ്റ്റുകൾ നോക്കുന്നത് കണ്ടോ പുറത്തേക്ക്?
ഇതുവഴിയായിരുന്നു റാണിമാരും ദിവാനെ ആമിലെ ഫംഗ്ഷൻസുകളും ഫെസ്റ്റിവൽസും ഒക്കെ കണ്ടുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ ഫോർട്ടിന്റെ ഏറ്റവും ഇന്റീരിയർ പോർഷനായ മാൻസിംഗ് പാലസിലേക്കാണ് പോകുന്നത്. ഈ മാൻസിംഗ് പാലസ് 25 വർഷം കൊണ്ടാണ് പണി കഴിയിപ്പിച്ചത്. രാജാവും റാണിമാരും രാജമാതാവും പിന്നെ റാണിമാരുടെ അറ്റൻഡൻസും ഇവിടെയാണ് താമസിച്ചിരുന്നത്. നടുക്ക് നമുക്കൊരു പവിലിയൻ കാണാം. അവിടെയാണ് റാണിമാർ മീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കോമൺ പ്ലേസ് ആയി ഉപയോഗിച്ചിരുന്നത്. ഇത് ഹമാം ബിൽഡിംഗിന്റെ ഫ്രണ്ട് പോർഷൻ ആണ്. ഹമാം ഒരു അറബിക് വേർഡാണ്, മീനിങ് ബാത്ത്. അകത്തോട്ട് പോവാം. നമ്മൾ ഈ ഹമാം ബിൽഡിങ്ങിനകത്തോട്ട് കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് 3 പാർട്സ് കാണാം. ഇതാണ് ഫസ്റ്റ് പാർട്ട്. ഇവിടെയാണ് ഡ്രസ് ചേഞ്ച് ചെയ്യുന്നത് രാജാവ്. ഇനി നമുക്ക് അടുത്ത മുറിയിലോട്ട് പോവാം. ഇതാണ് സെക്കൻഡ് മുറി. ഡ്രസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് സ്പായും മസാജും ഒക്കെ ചെയ്യുന്നത്. ഇവിടെ കോൾഡ് വാട്ടറും ഹോട്ട് വാട്ടറും അവൈലബിൾ ആണ്. ഇനി നമുക്ക് ബാത്ത് കാണാം. ഇതാണ് ബാത്ത് ടബ്. ഓക്കെ, ഇനി നമുക്ക് പുറത്തു പോകാം. ഫോർട്ടിന്ന് എക്സിറ്റ് ആവുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് ഷോപ്സുകൾ കാണാം. പലതരം ആക്സസറീസുകളും ട്രഡീഷണൽ കോസ്റ്റ്യൂംസും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഷോപ്സ് ആണ്. പിന്നെ ബുക്സുകൾ, കംപ്ലീറ്റ് ആമർ ഫോർട്ടിന്റെ ഹിസ്റ്ററി ഉള്ള ബുക്സുകളൊക്കെ ഇവിടെ ഉണ്ടാവും. പിന്നെ ഇത് ഫോർട്ടിലെ പ്രിസൺ ആണ്. ഇതും എക്സിറ്റിൽ പോകുന്ന വഴിക്കാണ്. അങ്ങനെ നമ്മളിപ്പോ ജലേബ് ചൗക്കിലെത്തി. ഇത് തന്നെയാണ് ഫോർട്ടിന്റെ എൻട്രൻസും എക്സിറ്റും. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് സവായ് ജയ്സിംഗ് ആണ്. ജലേബ് ചൗക്കിലാണ് ആർമി വിക്ടറി പരേഡ് ഒക്കെ നടത്തിയിരുന്നത്. പുറമെ കിങ്ങിന്റെ പ്രൈവറ്റ് ഡിഫൻഡേഴ്സും ഇവിടെ തന്നെയാണ് പരേഡ് നടത്തിയിരുന്നത്. ജലേബ് ചൗക്കിലേക്ക് 2 എൻട്രൻസ് ഉണ്ട്, സൂരജ് പോളും ചാന്ദ് പോളും. ജലേബ് ചൗക്കിന്റെ ഒരു ടോപ്പ് വ്യൂ ആണിത്. ഈ ആമർ ഫോർട്ടിന്റെ ഓവറോൾ കൺസ്ട്രക്ഷൻ ഓൾമോസ്റ്റ് 137 ഇയേഴ്സ് ആണ്. ഇതൊരു ഹിൽ ടോപ്പിലാണ് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 3 മെത്തേഡ്സ് ഉണ്ട് ഇവിടെ എത്താനായിട്ട്. ഒന്ന് പ്രൈവറ്റ് വെഹിക്കിൾസ്, അല്ലെങ്കിൽ ബൈ വാക്ക്, അല്ലെങ്കിൽ എലിഫന്റ് സഫാരി അവൈലബിൾ ആണ്. പക്ഷേ ഇപ്പോൾ എലിഫന്റ് സഫാരി ഇല്ല, കോവിഡ് കാരണം. അതുപോലെ തന്നെ ഈ ടൂറിസ്റ്റ് സീസണിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോസുകൾ ഇവിടെ നടത്താറുണ്ട്. പക്ഷേ ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് അതുമില്ല. 2 ലാംഗ്വേജിലാണ്, ഹിന്ദിയിലും ഇംഗ്ലീഷിലും. പിന്നെ ഏറ്റവും പ്രധാനമായുള്ളൊരു കാര്യം ഞാൻ ബിഗിനിങ്ങിൽ പറയാൻ വിട്ടുപോയി. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിൽ ഒന്നാണ് ഈ ആമർ ഫോർട്ട്. ആമർ ഫോർട്ടിൽ നിന്നും കാണാൻ സാധിക്കുന്ന അതിമനോഹരമായ ഒരു കാഴ്ചയാണിത്. കോട്ട സ്ഥിതി ചെയ്യുന്ന ഈ വില്ലേജിലെ ജനങ്ങളുടെ കുലദേവതയാണ് അംബാദേവി. അതുകൊണ്ട് ഈ വില്ലേജിന് ആംബർ വില്ലേജ് എന്ന് പേര് വരികയും പിൽക്കാലത്ത് അത് ആമർ എന്ന് ആവുകയും ചെയ്തു. സോ നമ്മൾ ഈ കണ്ട ഇത്രയാണ് ആമർ ഫോർട്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സജഷൻസും എന്തെങ്കിലും ഒക്കെ ഇംപ്രൂവ് ചെയ്യേണ്ടതും കമൻറ്റ് ബോക്സിൽ പറയണം. ബൈ, സീ യു നെക്സ്റ്റ് വ്ലോഗ്.